ഹായ് ഫ്രണ്ട്സ്, ഇതൊരു നല്ലൊരു സ്ഥലം, മനോഹരമായിട്ടൊരു സ്ഥലത്ത് ഞാൻ പോയി. അതിനെക്കുറിച്ചൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇത് മുഴുവൻ കാണാൻ പറ്റിയൊരു സ്ഥലം, നല്ലൊരു മ്യൂസിയമാണ്. പിന്നെ പഴയ കാലത്ത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്നൊരു മണ്ണ് പോലെ നമുക്ക് പറയാൻ വേണമെങ്കിൽ അത്രയ്ക്ക് മനോഹരമാണ്. ഇതൊരു രണ്ടാം ഭാഗം കൊണ്ട് ഇത് ആദ്യ ഭാഗത്ത് കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ ഞാൻ പറയുകയും ചെയ്യാം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യാം. പിന്നെ ഇത് യുഎഇയിലാണ്. യുഎഇയിലെ ഹുജറയിലെ മസാഫിക്ക് സമീപം തൈബ എന്ന സ്ഥലത്ത് ഗ്രാമമാണ്. ഇതൊരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു ഇതാണ്, ഒരു ഹെറിറ്റേജ് പോലൊരു സംഭവമാണ്. അൽ തൈബ ഹെറിറ്റേജ് മ്യൂസിയം. അത് നമുക്ക് സ്റ്റേ ചെയ്യാൻ അവിടെ എത്താൻ സാധിക്കാനൊരു ചെറിയ ചാർജുണ്ട്, ചെറിയ എന്താ നല്ല ചാർജാണ് കേട്ടോ. അത് അവിടെ നേരിട്ട് നിങ്ങൾ സംസാരിക്കുക. ഞാനതിനെക്കുറിച്ച് ചോദിച്ചു, ഒരു നല്ല ഫീസാണ് പറഞ്ഞത്. അതായത് ഇവിടുത്തെ 1000, 2500, 2000 ഇങ്ങനെ അവിടെ ലോഡ്ജ് റൂമും ഉണ്ട്. പിന്നെ അങ്ങനെ താമസ സൗകര്യത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് നല്ല സ്ഥലം. പിന്നെ നമ്മളവിടെ പോകുമ്പോൾ തന്നെ നമുക്കവിടെ ഈ മ്യൂസിയം കാണുന്നത് നമുക്ക് ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണം. നമുക്ക് അവരവർ ഹെൽപ്പ് സഹായിക്കാനും ആളുണ്ട് കേട്ടോ. നമുക്ക് അവർ പറഞ്ഞു തരാനൊക്കെ ആളുണ്ട്, അവർ പറഞ്ഞു തരും. നമുക്ക് ആ വഴിയോട് പോകാം. പിന്നെ ഇത് എന്താ പറയുന്നത്, അവിടെ കാണാൻ നല്ല പ്ലേസ് കേട്ടോ. ഇത് പുരാവസ്തുക്കൾ, നമ്മുടെ യുഎഇയുടെ പഴയ കാലത്തെ പുരാവസ്തു, ഗ്രാമത്തിലെ സംസ്കാരവും, പിന്നെ അവരുടെ ഡ്രസ്സുകൾ, പഴയ ഡ്രസ്സുകൾ, പിന്നെ എന്താ പറയുന്നത് ആഭരണങ്ങൾ, ആയുധങ്ങൾ, പഴയ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളുകൾ, വെടിക്കോപ്പുകൾ, ഇത് ഇങ്ങനെ പല സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് ഹാജർ പർവ്വതനിരകൾക്കിടയിലുള്ളൊരു മ്യൂസിയം. അത് കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. ഈ ഈന്തപ്പനകളുടെ ഇടയ്ക്കൊക്കെ ഇത് കാണുന്ന തന്നെ ഒരു രസമാണ് കേട്ടോ. എത്ര കണ്ടാലും മതിയാവത്തില്ല, അത്രയ്ക്ക് അടിപൊളി പ്ലേസ്. കാരണം നമ്മൾ ഈ യുഎഇയിൽ വന്നിട്ട് ഇവിടുത്തെ ചൂടത്തും വെയിലത്തും കിടന്നിട്ട് ഇവിടെ നിൽക്കുന്നവർക്ക് അത് മനസ്സിലാവും. പക്ഷെ നമുക്ക് നാട്ടിൽ അത്രയ്ക്ക് ഇതൊന്നും കാണത്തില്ല ഇത്. പക്ഷെ ഇവിടെ ഒരു ഇത് തന്നെയാണ്, കിടുക്കാച്ച സ്ഥലം എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ പ്രധാന പുരാവസ്തുക്കൾ 200 വർഷം പഴക്കമുള്ള പഴയ സാധനങ്ങൾ ഒരുപാടുണ്ട്. പഴയ ഇതൊക്കെ സ്വിച്ച് ബോക്സ്, അതൊക്കെ അങ്ങനെയൊക്കെ പലതും ഉണ്ടല്ലോ. അതുപോലെ പഴയ വരുത്തി വണ്ടികൾ, സൈക്കിളുകൾ, പിന്നെ ഇത് എന്താ പറയുക അടുപ്പ്, പിന്നെ ഇവിടെ പഴയ കാലത്തെ കുശിനി അടുപ്പൊക്കെ അല്ലേ, അതിനെ കുറിച്ച് കിണറൊക്കെ ഉണ്ട്. പിന്നെ എന്തുണ്ട് സംഭവം, പിന്നെ എന്തൊക്കെയാണ്, പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ കൃഷി സ്ഥലമുണ്ട് കുറച്ച് അതിനകത്ത്. പിന്നെ നമുക്കവിടെ താമസിക്കുന്ന റൂമുകളൊക്കെ ഞാൻ കയറിക്കണ്ട്, നല്ല റൂമുകൾ കേട്ടോ. അതിനെക്കുറിച്ച് അതൊക്കെ ചെറുതാട്ടിയ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് അതിൽ അടുത്ത വീഡിയോ അത് മൊത്തം ഉൾക്കൊള്ളിച്ചിട്ടില്ല, കുറച്ചൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. പിന്നെ നല്ല പച്ച സ്ഥലം ക്രിസ്ത്യന്ന് നല്ല പച്ചപ്പാണ് കാണാൻ. ഒരു എന്താ പറയുന്നത്, ഒരു ഗ്രാമം, നല്ല ഗ്രാമത്തിൽ പഴയ കാലത്തെ വീടിൻ്റെയൊക്കെ മോഡലാണ്. പിന്നെ ഇവിടെ ട്രെക്കിങ്ങിനുള്ള സൗകര്യം, ട്രെക്കിങ് ഇവിടെ അടുത്തോടെ ഉണ്ടെന്ന് ഞാനും പോയില്ല കേട്ടോ. അങ്ങോട്ട് വെള്ളത്തിയാകുമ്പോൾ ഞാൻ പോയില്ല, സമയം കിട്ടിയില്ല എനിക്ക്. ഞാൻ അവിടെ ചെന്നിട്ട് ഇത് എനിക്ക് ട്രെക്കിങ്ങിനോട് ഇൻട്രസ്റ്റും ഇല്ല, എനിക്കറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ പോയിട്ടും ഗുണമില്ലല്ലോ. പിന്നെ മ്യൂസിയം എന്ന് പറഞ്ഞാൽ സന്ദർശനം ഇവിടെ അത് സൗജന്യം തന്നെയാണ്. പിന്നെ രാത്രി 10 മണി, രാവിലെ 7 മണി വരെ 10 മണി വരെ ഉണ്ട്. പിന്നെ ഇവിടെ പിന്നെ വരുന്ന വഴി മുസാഫിൽ നിന്ന് ജിബ്ബ റോഡിലൂടെ പോകുമ്പോൾ തൈബ എന്ന സ്ഥലം. പിന്നെ ഇവിടെ കുളിക്കാമോ താമസ സൗകര്യം, നീന്തൽക്കുളമുണ്ട്. പിന്നെ അടുത്തൊക്കെ തന്നെ ലോഡ്ജുണ്ട്. 20 മിനിറ്റ് 30 മിനിറ്റ് യാത്രയിൽ തന്നെ ലോഡ്ജുകൾ, ഹോട്ടലുകളൊക്കെ കിട്ടും താമസിക്കും. പിന്നെ അടുത്തടുത്ത് നല്ല ബീച്ച്, നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത് ഒരുപാട് ബീച്ചുകളും പിന്നെ നല്ല സ്ഥലമാണ് കേട്ടോ. കാര്യം ഇതൊക്കെ ഒരു നഷ്ടവും ഇല്ല കേട്ടോ വന്ന് കണ്ടാൽ. ഇതൊക്കെ ഒന്ന് പഴയ കാലത്ത് അവരുടെ വീടിൻ്റെ സംസ്കാരം, വീടുണ്ടാക്കുന്ന വീടിൻ്റെ ഇത് തൊട്ടിൽ കണ്ട അങ്ങനെ പലതും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇനിയുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം ഞാൻ നിർത്തുക, കുറച്ചുകൊണ്ട് കണ്ടു. ഞാൻ ഒരുപാട് പറഞ്ഞുകൊണ്ടേയിരിക്കും, കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. പിന്നെ ഇത് ഞാൻ പോയിട്ട് ഒത്തിരി ദിവസമായി. എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കൊണ്ട് ലേറ്റായി പോയാണ്. ഇത് എന്താ പറയണ്ട, ഒരു സമയമില്ലായിരുന്നു എനിക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ. എങ്കിലും പിന്നെ നമ്മൾ ഈ മൊബൈൽ ക്യാമറ എടുക്കുന്നില്ല, അതിൻ്റെതായ ഒരു കുറവുണ്ട് കേട്ടോ. ഇതൊരു കിണറാണ്, പഴയ കാലത്തെ കിണറില്ല. കിണറിലോട്ട് ഇറങ്ങിപ്പോയില്ലയോ, പോയായിരുന്നു. ഞാൻ രണ്ടാമതൊരു കടി ചെയ്യുന്ന സൗണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇത് പഴയ അടുപ്പിൻ്റെ അത് പക്ഷേ ലൈറ്റാണ് വെച്ചേക്കുന്നത് കേട്ടോ, അത് തീയൊന്നും അല്ല കേട്ടോ. പിന്നെ ഇത് മാതൃകയാണ് പലതും, ഒറിജിനലൊന്നും ആണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ കൊള്ളാം സംഭവം. ഇതൊക്കെ ഒറിജിനൽ കിണർ, പഴയ കാലത്തെ കിണർ തന്നെ തോന്നുന്നു. പിന്നെ ഫിഷ് ടാങ്ക് ഉണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിന്നെ വാട്ടർ ഫാൾസ് എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് തന്നെ ഇതൊക്കെ ഉണ്ട്, എന്തോ പിന്നെ ഹോം സ്റ്റേനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു 10-20 ഹോം സ്റ്റേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എണ്ണി നോക്കില്ലായിരുന്നു, ഉണ്ട്. പിന്നെ ഓക്കെ ബൈ, ഞാൻ നിർത്തുക. ബാക്കി കുറച്ചുകൂടെ കണ്ടിട്ട്
മുഴുവൻ കാണുക. ഒരു കാര്യം കൂടെ പറയാൻ പോകുന്നത്, ഈ ലൈൻ കണ്ട ഒരു ആരോ മാർക്ക്, ആ ആരോ മാർക്ക് വെച്ച് നടന്നാൽ മതി. പിന്നെ നമ്മൾ ചോദിക്കണമൊന്നുമില്ല, ആരോടും വഴി ചോദിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷെ പറഞ്ഞു തരാൻ ആളുണ്ട് അവിടെ. ഒരു ആരോ മാർക്ക് നമ്മളിങ്ങനെ ഓരോരുത്തർ കയറി ഇപ്പുറത്തൂടെ കയറി അപ്പുറത്തൂടെ കയറി തിരിച്ച് അവിടെ നമ്മൾ വന്നിടത്ത് തന്നെ ചെന്നെത്തും. ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ വരും. ഒന്ന് പോയി താമസിക്കാനൊന്നും കൊള്ളാം കേട്ടോ, അവിടെ സെറ്റപ്പ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കാഴ്ചക്കാരെ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ കഴിയുന്നതും ആൾക്കാരെ ഒഴിവാക്കിയാണ് വീഡിയോ എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയ്ക്കകത്ത് ഇത്രയും കത്തി അടിക്കത്തില്ല, എനിക്കറിയാവുന്ന കത്തിയെ കുറച്ചൊക്കെ അടിക്കുക, അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം അതിനകത്ത്.